എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്നലെ അന്താരാഷ്ട്ര യോഗാ ദിനം പ്രമാണിച്ച് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആ യോഗയെക്കുറിച്ച് ഒരു മെസ്സേജ് അയക്കണമെന്ന് കരുതിയെങ്കിലും അതിനുള്ളൊരു സമയം കിട്ടിയില്ല. കാരണം വിവിധ സ്ഥലത്ത് പ്രോഗ്രാമുകളായിരുന്നു. സൂര്യനമസ്കാര സംഗമവും സ്കൂളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ പരിപാടികളുള്ളതുകൊണ്ട് ഒട്ടും സമയം കിട്ടിയില്ല. അത് കാരണം ഞാൻ ഇന്ന് യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്നൊരു യോഗയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ യോഗ നമുക്കറിയാം. എല്ലാവരും യോഗ എന്ന് പറഞ്ഞിട്ട് ശരിക്കും യോഗ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു വലിയൊരു എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യോഗ ശരിക്കും എന്ന് പറഞ്ഞാൽ, യോഗ പരിശീലനം എന്ന് പറഞ്ഞാൽ ആസനം പ്രാണായാമങ്ങൾ മാത്രമല്ല. അതിന് മുന്നേ നിയമങ്ങളുണ്ട്. അതിനുശേഷം പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധിയുണ്ട്. അങ്ങനെ ടോട്ടലി 8 പാർട്ടായിട്ടാണ് യോഗ. പലപ്പോഴും ഈ 8 പാർട്ട് ഒരു യോഗ പഠിക്കാൻ പോകുന്ന ഒരാൾ മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം, പ്രാണായാമ ആസന പരിശീലനത്തിൻ്റെ ഫലം പലരും അനുഭവിക്കുന്നതുകൊണ്ടാണ് പിന്നെയും പലരും യോഗ ചെയ്യുന്നത്. പലപ്പോഴും യോഗ ക്ലാസ്സിലൊക്കെ വരാൻ ചിലർ ക്ഷണിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 കൊല്ലം മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ കുറേ ആയി ചെയ്യാണ്ട്. പിന്നെന്താണ് കാര്യം? കാരണം അതാണ് വലിയൊരു വിഷയം. നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു പരിശീലനത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആസന പരിശീലനം കൊണ്ട്, അതായത് പ്രാണായാമ ആസന പരിശീലനമാണ് ഇന്നിപ്പോൾ യോഗ എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും പരിശീലിപ്പിക്കുന്നത്. അതിൽ മാത്രം ഒതുങ്ങിപ്പോവാണ്. പക്ഷേ ആ പരിശീലനത്തിലൂടെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? ആദ്യത്തെ 1ഉം 2ഉം പാർട്ടിലേക്ക് വരണം. 8 പാർട്ടാന്ന് പറഞ്ഞു. ഒന്നാമത്തെ പാർട്ടാണ് യമം, രണ്ടാമത്തെ പാർട്ടാണ് നിയമം. യമം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ ആണ്. നിയമം എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിനും സോഷ്യൽ ഡിസിപ്ലിനും എങ്ങനെയാ? അതിൽ തന്നെ 5 പോയിന്റുകളുണ്ട്. ആ നിയമത്തിന് 5 പോയിന്റ് ഉണ്ട്, യമത്തിന് 5 പോയിന്റ് ഉണ്ട്. ഈ 5 പോയിന്റുകൾ എന്താണ്? നമ്മൾ കൂടുതൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതും, പ്രത്യേകിച്ച് ഇന്നറും ശാരീരികമായിട്ടും മാനസികമായിട്ടും ശുദ്ധീകരിക്കുന്നതും നമുക്ക് വളരെ നല്ലൊരു സ്വഭാവ രീതിയിലേക്ക് നമ്മൾ ഉയർത്താനും സഹായിക്കുന്ന തരത്തിലാണ് ആദ്യത്തെ 2 കാര്യങ്ങൾ. ഈ നിയമം, സെൽഫ് ഡിസിപ്ലിൻ, സോഷ്യൽ ഡിസിപ്ലിൻ പഠിച്ചു കഴിയുന്ന ഒരു വ്യക്തി പ്രാണായാമങ്ങളോട് വരുമ്പോൾ എന്താണ്, ആദ്യത്തെ 4 പാർട്ട് മതി. ശരിക്കും പറഞ്ഞാൽ അവർ സാധാരണ ജീവിതത്തിൽ തന്നെ വളരെയധികം ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കിട്ടാനും, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എനർജി വർദ്ധിക്കാനും, നല്ല മനഃശക്തി നേടിയെടുക്കാനും ഇത് ആദ്യത്തെ 4 പാർട്ട് മാത്രം മതി, ധാരാളമാണ്. പിന്നെ അതിൻ്റെ കൂടെയാണ് അടുത്ത എന്ത് കാര്യം വരുന്നത്? പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്ന് വരുന്നത്. അപ്പൊ പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ബഹിർമുഖമായ മനസ്സിനെ ആന്തരോന്മുഖമാക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇന്നത്തെ കാലത്ത് അത് വളരെ അനിവാര്യത ഉള്ളതാണ്. കാരണം ആൾക്കാരെല്ലാം പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. മീഡിയയിലേക്ക്, TV, ചാനല്, സീരിയല്, റീൽസ്, അങ്ങനെയുള്ള എല്ലാം ഫുൾ ടൈം നമ്മുടെ മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു റീൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെ നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ സമയം കൊല്ലുകയാണ് പലപ്പോഴും ആയി മാറുകയാണ് ശരിക്കും ചാനലുകളും ഇതൊക്കെ. പക്ഷെ ഇതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് നല്ല നല്ല ഇൻഫർമേഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ ഒട്ടും ആവശ്യമില്ലാത്ത റീൽസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. റീൽസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സമയത്ത് കാണിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ആ ഡിഫറൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഓരോ റീൽസും കാണുമ്പോൾ നമ്മളിലൂടെ അനേകം തോട്ട്സുകൾ കടന്നു പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യോഗയുടെ ഒരു ഓപ്പോസിറ്റ് ഫലം, യോഗ ചിത്തവൃത്തി നിരോധന. നിങ്ങളെ ചിത്രവൃത്തികളെ നിരോധിക്കാനാണ് യോഗ. അപ്പൊ നമ്മൾ ഇത്തരം വസ്തുക്കൾ നിരന്തരം കാണുമ്പോൾ നമുക്ക് തോട്ട്സ് പ്രോസസ്സ്, നമ്മളെ ചിന്തകൾ കൂടുകയാണ്. ചിന്തകൾ വർദ്ധിക്കുന്ന സമയത്ത് എന്താണ്, മാനസികമായിട്ട് ശക്തി കുറയുകയാണ് ചെയ്യുക. മാനസികോർജം കുറയും, മാനസിക ബലം കുറയും. അപ്പൊ ചിന്തകൾ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയാണ്. ഒരു വ്യക്തി അരമണിക്കൂർ റീൽസ് കാണാന്ന് വിചാരിക്കുക. അരമണിക്കൂർ നമ്മൾ റീൽസ് ഇങ്ങനെ തട്ടി പോയാൽ അറിയില്ല, അരമണിക്കൂർ പോകുന്ന അറിയില്ല. ഈ അരമണിക്കൂർ റീൽസ് കാണുന്നതിന് പകരം അരമണിക്കൂർ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ മാനസികോർജ്ജം അധികം പോവില്ല.
അത്ര നഷ്ടപ്പെടില്ല. കുട്ടിയുടെ മനസ്സിൽ ചിന്തകൾ ഒരുപാട് ഉണ്ടാവുന്നില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നിക്കൽ എന്താ പറയുക, നല്ല പ്രോപ്പർ ഡയറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നല്ല വ്യായാമം കൊണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് ഒരു അരമണിക്കൂറുള്ള ആരെങ്കിലും സംസാരിക്കുന്ന ഒരു ഇതൊക്കെ കാണുകയെന്ന് വിചാരിക്കുക. അരമണിക്കൂർ ഒരു വിഷയത്തെക്കുറിച്ച് കാണുന്നത് അത് നമുക്ക് നല്ലോണം ഗുണം ചെയ്യുന്നതാണ്. അത് വലിയ കുഴപ്പമില്ല. അത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസുകളും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കാണുന്നത്. അതായത് അതേസമയം അരമണിക്കൂർ നിങ്ങൾ എന്താ പറയുക റീൽസ് കാണും. എത്ര റീൽസ് കാണും? ഒരു 10, 30, 40ഓളം റീൽസുകൾ ഇങ്ങനെ തട്ടി കാണും. അപ്പോൾ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ എന്താവും, വല്ലാതെ ആവർത്തിക്കും. ഇത് നമ്മളെ മനോബലം കുറയ്ക്കും. ഇങ്ങനെ മനോബലം കുറയ്ക്കുന്ന കുട്ടികൾക്ക് മടി കൂടുതലായിരിക്കും. ആ അതുപോലെ തന്നെ ആലസ്യത കൂടുതലായിരിക്കും. ഉദ്ദേശിച്ച പോലെ ഒന്നും ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. സ്വസ്ഥമായിരുന്ന് പഠിക്കാൻ പറ്റില്ല. കാരണം മനസ്സിൽ മടി, ആലസ്യത ഒക്കെ വർദ്ധിച്ചാൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല. ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ വിചാരിക്കും. ആ മനഃശക്തി കുറവുകൊണ്ട് വേണ്ടത് നമുക്ക് ചെയ്തു പോകാനാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വേണ്ടത് യോഗയ്ക്ക് പോകുന്ന സമയത്ത് യോഗ വെറും എന്താവരുത്, ആസന പരിശീലനവും പ്രാണായാമ പരിശീലനവും മാത്രമാവരുത്. നിങ്ങൾ യോഗയെക്കുറിച്ച് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളോട് പ്രത്യേകം പറയുക, യമനിയമത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പറയുക. അപ്പോൾ യമനിയമം 5 10 ഭാഗങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിനായിട്ട് 5 ഭാഗവും സോഷ്യൽ ഡിസിപ്ലിനായിട്ട് 5 ഭാഗം, ടോട്ടൽ 10 ഭാഗങ്ങൾക്ക് ഇത് വിശദീകരിച്ച് തരും. അതൊരു ഗംഭീര സാധനമാണ്, ശരിക്കും ഗംഭീര നോളേജാണ്. ശരിക്കും നമുക്ക് നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു നോളേജ് ഞാൻ യോഗശാസ്ത്രത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് മനസ്സിലാക്കി പരിശീലനം തുടരുക. അങ്ങനെ പരിശീലനം തുടർന്ന് കുറേ നമ്മൾ മുന്നോട്ടെത്തുമ്പോൾ നമ്മൾ മെൻ്റലി റിലാക്സ്ഡ് ആകുന്ന സമയത്ത് നമ്മളെ തോട്ട്സ് വളരെ റിലാക്സ്ഡ് ആവും. നമ്മളെ വാക്ക് എന്താവും, വളരെ റിലാക്സ്ഡ് ആവും. നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും ചലനത്തിലും ഒക്കെ മാറ്റം വരും. പിന്നീട് നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് കിടക്കുക, 4 കഴിഞ്ഞ് പ്രത്യാഹാര, അലയുന്ന മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് വിടാൻ ശ്രമിക്കുക. ആ സമയത്താണ് നമ്മൾ റീൽസ് പോലെയുള്ളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് കുറച്ച് നമ്മൾ മനസ്സ് നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെന്താണ്, ഞാനെന്താണ്, സെൽഫ് അനലൈസേഷനൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരിക. അതാണ് ശരിക്കും പ്രത്യാഹാരത്തെ ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ധ്യാന സമാധി അതൊക്കെ ഒരു ഹയർ സ്റ്റേജാണ്. ഒരു സാധകൻ, ഒരു ആധ്യാത്മിക സാധകനൊക്കെ ഉപകരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഒരു നോർമൽ ലൈഫിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അത് മുഴുവനായിട്ട് 8 പാത്തും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അതിലൊരു 4-5 പാത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ഗൃഹസ്ഥാശ്രമിക്ക്, ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് വിത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ യോഗാദിനം തൊട്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു യോഗാ പരിശീലനം നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതൽ തുടർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിൽ ഈ ഒരു യോഗ കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാക്കിയ എത്രയോ പേരുണ്ട്. വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ, എപ്പോഴും സ്ട്രെസ്സ്, ഉറക്കം കുറവുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാർക്കൊക്കെ എനിക്ക് നല്ലപോലെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഗ വളരെ ശരീരത്തിനും മനസ്സിനും വളരെയധികം ശക്തി തരുന്നൊരു ടൂളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കാം. കാരണം യോഗ സ്ഥിരമായി പരിശീലിക്കാൻ നമുക്ക് ഒരുപാട് കാശ് വേണ്ട, ഒരുപാട് ആൾക്കാരുടെ സഹായം വേണ്ട, ഒരുപാട് കാശ് വേണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. പക്ഷേ നമ്മളെന്താണ് എപ്പോഴും ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളെന്താണ് വിട്ടുപോവാണ് ശരിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ എല്ലാ വ്യായാമങ്ങളും നല്ലതാണ്. കറാട്ട, കളരി, ജിമ്മ്, ഓട്ടം, ചാട്ടം, നടത്തം, എല്ലാ വ്യായാമങ്ങളും. പക്ഷേ എല്ലാ വ്യായാമങ്ങളുടെ ഗുണം എന്തിൽ കിട്ടുന്നുണ്ട്, യോഗയിൽ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, യോഗയിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഗുണം നമ്മുടെ മാനസികോർജ്ജം വർദ്ധിക്കും. മാനസിക തലത്തിൽ യോഗ നല്ലപോലെ അഫക്റ്റ് ചെയ്യുന്നു. എന്താ കാരണം, നമ്മുടെ ശരീരത്തിലെ അന്തഃസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യായാമം അത് യോഗ മാത്രമാണെന്ന് തന്നെ പറയണം. കാരണം അതുകൊണ്ടാണ് യോഗ കുറച്ചു കാലം ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള ഇൻബാലൻസുകളും ബാലൻസ് ആവുന്നത്. ഉറക്കക്കുറവുണ്ട്, അത് കുറയുന്നുണ്ട്. വിശപ്പ് കുറവുണ്ട്, അത് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ശാരീരിക വേദനകൾ കുറയുന്നുണ്ട്. പലതരത്തിലുള്ള അസ്വസ്ഥതകളും കുറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും
വളരെയധികം ഫലം ചെയ്യുന്ന ഈ യോഗ ദിവസവും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഈ ഒരു അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.